കേരളത്തിന്റെ മണ്ണിൽ വിസ്മയം തീർക്കും വിപ്ലവകരമായ ഒരു നീക്കമായിരിക്കും ഇനി നടക്കാൻ പോവുക എന്ന പ്രഖ്യാപനത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര സപ്തഭാഷാ സംഗമഭൂമിയായ നേത്രാവതിപ്പുഴയും അറബിക്കടലും കൈകോർക്കുന്ന കാസർകോട്ടെ ഉപ്പളയുടെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്ന കന്നഡയും കൈരളിയും കൈകോർക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ ഉപ്പളയിൽ നിന്ന് യാത്ര തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ കേരളത്തിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കേരളത്തിന്റെ മണ്ണിലേക്ക് കോൺഗ്രസ് അധികാരത്തിലേക്ക് കടന്നുവരും. അനന്തപുരിയുടെ മണ്ണിൽ അനന്തപത്മനാഭന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മണ്ണിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേർക്കുമെന്ന പ്രഖ്യാപനമാണ് പുതിയുഗ യാത്ര കടന്നു പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ഉയർത്തിപ്പിടിക്കുന്ന. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് അടുത്ത തവണ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ പൊങ്കാലയിടുമെന്നാണ്. അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നത്. സംസ്ഥാനം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെതിരായ കുറ്റപത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുതുയുഗ യാത്ര ഓരോ നിയോജക മണ്ഡലങ്ങളും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന. ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന തലസ്ഥാനത്ത് ഈ പുതുയുഗ യാത്രയുടെ പര്യടനം നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. ഈ മാസം 7-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഭാവി ഭാരതത്തിന്റെ വാഗ്ദാനം എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. പുതിയുഗ യാത്ര തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ പര്യടനം നടത്തുമ്പോൾ മറ്റ് 13 ജില്ലകളും പര്യടനം പൂർത്തിയാക്കുമ്പോൾ ഏത് രൂപത്തിലാണ് യാത്രയെ ജനങ്ങൾ സ്വീകരിച്ചത്? ഒരു കാഹളം മുഴക്കി, മാറ്റത്തിന്റെ കാഹളം മുഴക്കിയുള്ള യാത്ര കേരളത്തിന്റെ മണ്ണിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകുകയല്ല. വിശദമായി പരിശോധിക്കാം. അതായത് ഈ യാത്ര തിരുവനന്തപുരത്താണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച മറ്റ് ജില്ലകളെല്ലാം പിന്നിട്ട് ഇപ്പോൾ സംസ്ഥാന തലസ്ഥാനത്ത് യാത്ര എത്തിയിരിക്കുകയാണ്. യാത്രയെ നമുക്ക് ഏത് രൂപത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കും? ആദ്യഘട്ടം മുതൽ യാത്ര പൂർണ്ണമായി വിജയിച്ചു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയോ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമാണ് രാഷ്ട്രീയ കേരളം ഈ യാത്രയെ പൂർണ്ണമായി സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ ഈ പറയുന്ന കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ കിട്ടിയ ഒരു ജനപിന്തുണ, ഈ ജനപിന്തുണ വോട്ടായി മാറുകയാണ് എങ്കിൽ 100 സീറ്റ് എന്നുള്ളത് കോൺഗ്രസിന് വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഈ പറയുന്ന പോലെ ഇത് വെറും ഒരു യാത്രയായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യാത്രയാണെങ്കിൽ പോലും ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യാത്രയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം പലരെയും വി.ഡി. സതീശൻ കാണുന്നു, അവരുമായി സംവദിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സർക്കാരിനെതിരായിട്ടുള്ള 10 വർഷമായി തുടർച്ചയായി 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് എന്ന് കോൺഗ്രസിനറിയാം, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. അത് അംഗീകരിക്കാത്ത CPM മാത്രമാണ്. അത്തരം കാര്യങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ PM ശ്രീയിൽ ഒപ്പുവെച്ചത്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ LDF വന്ന് ഈ ഒരു 10 വർഷം കൊണ്ട് ഇനി ശരിയാകാൻ ഏത് മേഖല, അല്ലെങ്കിൽ ഇത്രത്തോളം നാശമാക്കിയ ഒരു 10 വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. ആദ്യം മുതൽ സാധാരണഗതിയിൽ കോൺഗ്രസിന് ഇല്ലാത്തൊരു ഐക്യം ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയാണിത്, അതിന്റെ അകത്ത് ഐക്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നത് കൃത്യമായത് ഇപ്പോഴാണെന്ന് പറയേണ്ടി വരും. ആദ്യം മുതൽ വി.ഡി. സതീശന്റെ യാത്രയ്ക്ക് അല്ലെങ്കിൽ പുതിയ യാത്രയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത, അതിനുശേഷം ഓരോ സ്ഥലത്ത് വന്നപ്പോ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ, പലരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാംസ്കാരിക നായകരടക്കം ഈ യാത്രയ്ക്ക് പിന്തുണ നൽകൽ, അങ്ങനെയെല്ലാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ യാത്ര വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. ഇനി സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൂടി എത്തുമ്പോൾ കോൺഗ്രസ് ചിലപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ സമാപന സമ്മേളനത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്ര സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഈ യാത്രയെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് കണ്ണൂരിലെയും വയനാട്ടിലെയും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും തൃശ്ശൂരും അതിനുശേഷം എറണാകുളവും ഇടുക്കിയിലും ആലപ്പുഴയും കോട്ടയവും പത്തനംതിട്ടയും കൊല്ലവും കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യാത്രയെ ജനങ്ങൾ നോക്കിക്കണ്ടത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച തുടർന്ന് കാസർഗോഡും ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ആ സമാനതകളില്ലാത്ത ആൾക്കൂട്ടം. ഈ അടുത്തൊന്നും ഒരു യാത്രയ്ക്കും, അത് ഇടതുമുന്നണിയുടേതായാലും UDF-ന്റേതായാലും കോൺഗ്രസിന്റേതായാലും ഇത്തരമൊരു സ്വീകരണം ഒരു യാത്രയ്ക്കും ലഭിച്ചിട്ടില്ല. പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് ലഭിച്ചത്. കണ്ണൂരിലെ CPM-ന്റെ പൊന്നാപുരം കോട്ടകളിലടക്കം യാത്രയെ സ്വീകരിക്കാൻ സമാനതകളില്ലാത്ത ജനക്കൂട്ടം കടന്നു വരുന്നു.
മട്ടന്നൂർ നിയോജക മണ്ഡലം CPM-ന് 60,000-ൽ പരം ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലമാണ്. ആ മട്ടന്നൂരിലെ കോൺഗ്രസിന്റെ സ്വീകരണത്തിൽ 10,000-കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. മട്ടന്നൂരിലെ ആ സ്വീകരണ കേന്ദ്രം, കണ്ണൂർ സിറ്റിയിലെ സ്വീകരണം, അതോടൊപ്പം തന്നെ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും കത്തുന്ന വെയിലിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇതെല്ലാം കോൺഗ്രസ്സുകാരോ ഐക്യജനാധിപത്യ മുന്നണിക്കാരോ അല്ലല്ലോ. തീർച്ചയായും. അതോടൊപ്പം തന്നെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സമാനതകളില്ലാത്ത ജനക്കൂട്ടത്തെ കാണാൻ കഴിഞ്ഞു. കൊയിലാണ്ടിയിൽ പ്രൗഢോജ്വലമായ സ്വീകരണം. ബാലുശ്ശേരിയിൽ CPM-ന്റെ പൊന്നാപുരം കോട്ട. കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്ന ഘട്ടങ്ങളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി. ആ ബാലുശ്ശേരിയിൽ അടക്കമുള്ള ആൾക്കൂട്ടം CPM-നെ കണ്ണു തുറപ്പിക്കുന്നു. പേരാമ്പ്ര ഏത് കോൺഗ്രസ് തരംഗം ആഞ്ഞെടുക്കും. 2001-ലടക്കം കോൺഗ്രസ് 199 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും പേരാമ്പ്ര CPM-നെ മാത്രം വാരിപ്പുണർന്ന മണ്ഡലമാണ്. എന്നും ചുവന്നു തൊടുത്ത പേരാമ്പ്രയിൽ ആയിരങ്ങളാണ് യാത്രയെ സ്വീകരിക്കാൻ എത്തിയത്. മലപ്പുറത്ത് മുഴുവൻ മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ സ്വീകരണം. പാലക്കാട് കത്തുന്ന വെയിലിനെ പോലും അവഗണിച്ചാണ് പാലക്കാട്ട് സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി. ഇങ്ങനെ ഓരോ ജില്ലയിലും ആലപ്പുഴയിലും കൊല്ലത്തുമെല്ലാം ഉജ്ജ്വലമായ സ്വീകരണമാണ് ഈ യാത്ര ഏറ്റുവാങ്ങിയത്. അവിടെയെല്ലാം വലിയ ആൾക്കൂട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ഐക്യജനാധിപത്യ മുന്നണിക്കും അതിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. പക്ഷേ ഇത് മുഴുവൻ വോട്ടായി മാറുമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇത് വോട്ടായി മാറണമെങ്കിൽ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണം. തമ്മിൽ തല്ലില്ലാതെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. കാരണം CPM അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയെ തന്നെയാണ് രംഗത്തിറക്കുക. കാരണം അവരുടെ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റുണ്ടെന്ന് പറയുന്നു. എന്ത് പറഞ്ഞാലും CPM-ന്റെ പല സിറ്റിംഗ് MLA-മാർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരായ വികാരം സിറ്റിംഗ് MLA-മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മണ്ഡലങ്ങളിൽ അവരുടെ ഗിമ്മിക്കുകളിൽ ചില ആളുകൾ വീണുപോയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രശാന്തിനെ മേയർ ബ്രോ എന്ന് വിളിക്കുക, ആ വിളി പരമാവധി ഉപയോഗപ്പെടുത്താൻ, ഇതെല്ലാം ഒരു കറക്ക് കമ്പനിയുടെ തട്ടിപ്പാണെന്ന് പലപ്പോഴും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ഇപ്പൊ വട്ടിയൂർക്കാവ് എടുത്താൽ അല്ലെങ്കിൽ പ്രശാന്തിനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് ഒരു നല്ല സ്ഥാനാർത്ഥി പട്ടിക, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് രംഗത്തിറക്കിയാൽ കോൺഗ്രസ് ആദ്യഘട്ടം വിജയിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പടലപ്പണക്കങ്ങളില്ലാതെ തമ്മിൽ തല്ലില്ലാതെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണം. ഇപ്പൊ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ MLA, ആ കോൺഗ്രസ് MLA കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA ഉണ്ടാക്കിയ പേരുദോഷം പാലക്കാട് പാർട്ടിക്ക് അത്ര എളുപ്പത്തിൽ കഴിയില്ല. പക്ഷേ അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ പാലക്കാട് പുഷ്പം പോലെ കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിയും. അത്തരത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിയും. ആ സ്ഥാനാർത്ഥി കാലുവാരൽ നടക്കാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിടുകയും ചെയ്താൽ 85-90 സീറ്റ് നേടുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന് ഏറ്റവും നല്ല സുവർണാവസരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ പിന്നീട് എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്. മറുഭാഗത്ത് CPM-നും അത് തന്നെയാണ് അവസ്ഥ. രാജ്യത്ത് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ അധികാരം നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാവില്ല, CPM തയ്യാറാവില്ല. അതുകൊണ്ട് കോൺഗ്രസും CPM ഒരേപോലെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ ഇടതു വലതു മുന്നണികൾ തമ്മിലായിരുന്നു കേരളത്തിലെ മത്സരമെങ്കിൽ ഇപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും BJP അല്ലെങ്കിൽ NDA ഒരു നിർണായക ഘടകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ എത്ര അവരില്ല എന്നൊക്കെ നമുക്ക് വായ്ത്താളം പറയാൻ കഴിയുമെങ്കിലും BJP ചില മണ്ഡലങ്ങളിൽ നിർണായക ഫാക്ടർ തന്നെയാണ്. BJP പറയുന്നില്ല 35 മണ്ഡലങ്ങളിൽ ഒന്നില്ലെങ്കിലോ 10-15 മണ്ഡലങ്ങളിൽ BJP നിർണായക ഫാക്ടറാണ്. കേരള രാഷ്ട്രീയം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതു വലതു മുന്നണികൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികൾ തമ്മിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഉജ്ജ്വലമായ സ്ഥാനാർത്ഥികൾ, പ്രചരണ പ്രവർത്തനങ്ങൾ, പഴുതടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ദേശീയ സംസ്ഥാന നേതാക്കന്മാർ വന്ന പ്രചരണം ഏകോപിപ്പിക്കുക, ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമാകുന്ന ഘടകമാണ്. എന്തായാലും ആ ഘടകമെല്ലാം മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തന്നെയാണ് താഴെ തട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പുതുയുഗ യാത്ര ഒരു പുതുയുഗ പിറവിയിലേക്കുള്ള ചുവടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.